ഇതൻ പ്രിയം ദ്വിതീയപ്രിയം അപരപ്രിയം എന്നനേകമായി പ്രിയ വിഷയം പ്രതി വന്നിടും ഭ്രമം തൻ പ്രിയം അപരപ്രിയമെന്നറിഞ്ഞിടേണം എന്ന നമ്മുടെ ജീവിതത്തിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത് അപരത്വത്തിലാണ് എന്ന ഏറ്റവും അവിടെയാണ് ഫാസിസ്റ്റുകളുടെ ജീവിത സങ്കല്പം. അവർ പരാക്രമവാദത്തെ പ്രകീർത്തിക്കുന്നവരാണ്. അവരുടെ ഈശ്വരൻ പോലും പരാക്രമവാദത്തിൻ്റെ മൂർത്തിഭാവമാണ്. സത്യത്തിൽ അതിന് മതവുമായിട്ടൊരു ബന്ധവുമില്ല. അത് ജാതി മേൽക്കോയ്മയുടെ ഒരു യുദ്ധ കാഹളം വിളിയാണ്. നമ്മുടെ കാലത്ത് മസ്തിഷ്കത്തിലേക്ക് മസിൽ കയറിയ മനുഷ്യർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ കാലം ആവശ്യപ്പെടുന്നത് മസിലുകളിലേക്ക് പോലും കാരുണ്യത്തിൻ്റെ കോശങ്ങൾ പെരുകുന്ന മനുഷ്യരെയാണ്. ആ അർത്ഥത്തിൽ പ്രിയം എന്ന് നമ്മൾ അലസമായി പറഞ്ഞു പോരുന്ന, എന്നാൽ ഒരിക്കലും അലസമായി ആ വിധം പറയാൻ പാടില്ലാത്ത അത്തരം പറച്ചിൽ തന്നെ ഒരു കുറ്റകൃത്യമായി തീരുമെന്ന് ഞാൻ കരുതുന്നു. ആ പ്രിയത്തെക്കുറിച്ച് ശ്രീനാരായണ ഗുരു പറയുന്നുണ്ട്. സത്യത്തിൽ അത് ആഴത്തിൽ തത്വചിന്താപരമാണ്. അത് അജം ആണ്, അവ്യയം ആണ്, അപ്രമേയമാണ്, ഏകാദ്വയമാണ്. 4 വിശേഷണങ്ങളാണ് അദ്ദേഹം നമ്മൾ വളരെ അലസമായി പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയത്തെ അപഗ്രഥിക്കാൻ വേണ്ടി ഉപയോഗിച്ചത്. ആദ്യം അദ്ദേഹം പറയുന്നത് അത് ആഴത്തിൽ തത്വചിന്താപരമാണ് എന്ന് ഞാൻ പറയാൻ കാരണം അജം എന്ന് പറയുമ്പോൾ ജനിച്ചിട്ടില്ലാത്തത് എന്നാണ്. ജനിച്ചിട്ടില്ലാത്ത ഒന്നിന് മരണമില്ല എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അതിനെ കൊല്ലാൻ കഴിയില്ല, അതിനെ കുഴിച്ചുകൂടാൻ കഴിയില്ല. ആ അർത്ഥത്തിൽ അജം പ്രിയം എന്നുള്ളത് ജനിക്കാത്ത ഒന്നാണ്. അതേസമയം ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്ന ജനതയെക്കുറിച്ച് പറയുമ്പോൾ ഒരു ബഹുജന കവി പറഞ്ഞത്, ഞങ്ങൾ ജനിച്ചിട്ടില്ല, പക്ഷേ എത്രയോ കാലമായി ഞങ്ങളിവിടെ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് രണ്ടും ഞാൻ ചേർത്ത് വെക്കുകയാണ്. അതായിരിക്കും ഇന്ത്യൻ സാംസ്കാരിക ആലോചനയ്ക്ക് നൽകാവുന്നൊരു ആമുഖമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുന്നു. ഗുരു തത്വചിന്താപരമായി പ്രിയത്തെ അജം ജനിക്കാത്തത്, അവ്യയം നശിക്കാത്തത്, അപ്രമേയം ഒരു പ്രമേയത്തിലും ഒരു വിഷയത്തിലും ഒതുക്കാൻ പറ്റാത്തത്, ഏകാദ്വയം ഏകവും അദ്വയവുമായത് എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ വിവരണത്തിൻ്റെ ഒരു അളുക്കിലും കൊള്ളാത്ത വിസ്ഫോടനാത്മകമായ സ്വഭാവത്തെ വിശദീകരിക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ ഒരു ബഹുജൻ കവി, പെട്ടെന്ന് പേര് ഓർമ്മയില്ലാത്തതുകൊണ്ടാണ്, അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ ജനിച്ചിട്ടില്ല, പക്ഷേ ആയിരത്താണ്ടുകളായി ഞങ്ങളിവിടെ കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാണ്. ജനിക്കുന്നതിന് മുമ്പേ കൊല്ലാൻ കഴിയുമോ? ജനിക്കാത്ത ഒന്നിന് നമ്മുടെ ജീവിതത്തിൽ പ്രകാശം പരത്തി ഗുരു പറഞ്ഞ പ്രിയം പ്രവർത്തിക്കാനാവുമോ? ഇത് വിരുദ്ധമാണോ? ഇത് സത്യത്തിൽ വിരുദ്ധമല്ല. അവിടെയാണ് ഇന്ത്യൻ ജീവിതത്തെക്കുറിച്ചുള്ള നമ്മുടെ ആലോചന സൂക്ഷ്മമാവേണ്ടത്. കാരണം ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്ന മനുഷ്യർ ഏത് കാലത്തും തിരസ്കൃതരായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കകത്ത് 2 രാഷ്ട്രങ്ങൾ എന്നും നിലനിന്നു പോന്നിട്ടുണ്ട്. ബഹിഷ്കൃതരുടെ ഒരു രാഷ്ട്രവും പുരസ്കൃതരുടെ ഒരു രാഷ്ട്രവും. അതുപോലെ ഇന്ത്യയിൽ അടിസ്ഥാനപരമായി 2 തരത്തിലുള്ള, അതിൽ തീർച്ചയായിട്ടും സാമ്പത്തിക ചൂഷണത്തിൻ്റേതായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്രോതസ്സുണ്ട്. അതോടൊപ്പം അത്ര തന്നെ പ്രധാനപ്പെട്ട ഇന്ത്യൻ പശ്ചാത്തലത്തിലെ മറ്റൊരു സ്രോതസ് എന്ന് പറയുന്നത് ജാതിയുമായി ബന്ധപ്പെട്ടതാണ്, ജാതി മേൽക്കോയ്മ. ആ ജാതി മേൽക്കോയ്മക്കെതിരെ കേരളത്തിൽ നടന്ന ഏറ്റവും വലിയ സാംസ്കാരിക പ്രക്ഷോഭത്തിൻ്റെ നിരവധി സ്രോതസ്സുകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ശ്രീനാരായണ ഗുരു. നമുക്കറിയാം, അതിനു മുമ്പ് തന്നെ പലതരത്തിലുള്ള നമ്മുടെ നാടൻ കഥകളിലും ഐതിഹ്യങ്ങളിലും കടങ്കഥകളിലും പഴഞ്ചൊല്ല് പുസ്തകം അദ്ദേഹം ഓർമ്മിക്കുകയും ചെയ്തുകൊണ്ട് നമ്മൾ പ്രാകൃതർ എന്ന് പറയുന്നതിനെക്കുറിച്ച് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. സത്യത്തിൽ അത് ബഹിഷ്കൃത ജനതയാണ്. അവർ പ്രാകൃതരല്ല, അവരാദിമരാണ്. ആദിമ ജനതയെ പ്രാകൃതർ എന്ന് വിളിക്കാൻ നമ്മളെ പ്രേരിപ്പിച്ച പ്രത്യയശാസ്ത്രമാണ് വിശകലനം ചെയ്യേണ്ടത്.
മാത്രമല്ല പ്രാകൃതർക്ക് നാം മനസ്സിലാക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരർത്ഥമുണ്ട് എന്നും ആ അർത്ഥം മങ്ങിപ്പോകാനും അവരെ കുറ്റവാളികളാക്കുന്ന, കൊള്ളരുതാത്തവരാക്കുന്ന, അപരിഷ്കൃതരാക്കുന്ന അർത്ഥം പൊങ്ങി വരാനും ഇടയാക്കിയതെന്താണ്? പ്രാകൃതത എന്ന് പറയുമ്പോൾ അതിൻ്റെ ശരിയായ ആശയം എന്ന് പറയുന്നത് പ്രകൃതിയുമായി ഇടപെട്ടുകൊണ്ട് ജീവിക്കുന്നൊരു ജനത, പ്രകൃതി തങ്ങളുടെ ജീവിതത്തിൻ്റെ സർവസ്വവുമാണ് എന്ന് കരുതി ജീവിക്കുന്നൊരു ജനത. ആദിമർ അതിജീവനത്തിന് വേണ്ടി പ്രകൃതിയിൽ പരിമിതമായ തോതിൽ ഇടപെടുമ്പോഴാണ് അവർ പ്രാകൃതരായി മാറുന്നത്. അതൊരു പ്രമോഷനാണ്, ഡീപ്രമോഷൻ അല്ല. അത് ചരിത്രത്തിലൊരു വളർച്ചയാണ്, കുതിപ്പാണ്. അങ്ങനെ നമ്മുടെ സാംസ്കാരിക ജീവിതത്തിന് വലിയ ഊർജം പകർന്ന ഒരു ജനവിഭാഗത്തിൻ്റെ പേരാണ് തീർച്ചയായിട്ടും പ്രാകൃതർ. എന്നാൽ അതിൽ നിന്ന് ഭിന്നമായൊരർത്ഥം ഉണ്ടായി തീർന്നെങ്കിൽ അതിൻ്റെ കാരണമാണ് അന്വേഷിക്കപ്പെടേണ്ടത്. അവിടെയാണ് കാലാക്കുറി പ്രസാദ്, ആ ബഹുജന കവിയുടെ പേര്, അദ്ദേഹം പറഞ്ഞ ഞങ്ങളിവിടെ ജനിച്ചിട്ടില്ല, പക്ഷേ എത്രയോ കൊല്ലമായി ഞങ്ങൾ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നത് ആ ബഹിഷ്കൃത ജനതയുടെ ജീവിതത്തിൻ്റെ ഒരു വലിയ രൂപകമാണ്, മെറ്റഫറാണ്. ഞാൻ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് പറയാൻ കാരണം സത്യത്തിൽ നമ്മൾ വളരെ ആവർത്തിക്കുന്ന, നമ്മുടെ പ്രഭാഷണങ്ങളിൽ ആവർത്തിക്കുന്ന, അനിവാര്യമായും ആവർത്തിക്കപ്പെടേണ്ട ആത്മോപദേശ ശതകം 897 ആത്മോപദേശ ശതകം എന്ന കൃതി മലയാളി ജീവിതത്തിൻ്റെ പ്രിയത്തിൻ്റെ മാനിഫെസ്റ്റോയാണ്. പ്രിയത്തിൻ്റെ മാനിഫെസ്റ്റോ. ആ പ്രിയമാണ് പതുക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പലവിധ തിരക്കുകൾക്കിടയിൽ, പലവിധ പ്രലോഭനങ്ങൾക്കിടയിൽ വെച്ച് അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ മങ്ങിക്കൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ പരിക്കേറ്റുകൊണ്ടിരിക്കുകയോ ചെയ്യുന്നത്. നേരത്തെ ഞാൻ ഗുരുവിനെക്കുറിച്ച് പറഞ്ഞു. അദ്ദേഹം ുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന, നിർമ്മിക്കപ്പെടുന്ന അതിമഹത്തായ ജീവിത മൂല്യത്തിൻ്റെ പേര് എന്ന അർത്ഥത്തിലാണ് പ്രിയമൊരു ജാതി. ഇതൻ പ്രിയം, ദ്വിതീയ പ്രിയം, അപരപ്രിയം എന്നനേകമായി പ്രിയ വിഷയം പ്രതി വന്നിടും ഭ്രമം തൻ പ്രിയം അപരപ്രിയമെന്നറിഞ്ഞിടേണം എന്ന നമ്മുടെ ജീവിതത്തിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത് അപരത്വത്തിലാണ് എന്ന ഏറ്റവും അവിടെയാണ് ഫാസിസ്റ്റുകളുടെ ജീവിത സങ്കല്പം. അവർ പരാക്രമവാദത്തെ പ്രകീർത്തിക്കുന്നവരാണ്. അവരുടെ ഈശ്വരൻ പോലും പരാക്രമവാദത്തിൻ്റെ മൂർത്തിഭാവമാണ്. സത്യത്തിൽ അതിന് മതവുമായിട്ടൊരു ബന്ധവുമില്ല. അത് ജാതി മേൽക്കോയ്മയുടെ ഒരു യുദ്ധ കാഹളം വിളിയാണ്. അതുകൊണ്ട് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, നമ്മൾ സാധാരണ വളരെ അലസമായി ഏത് സമ്മേളനത്തിലും ആർക്കും എപ്പോഴും പറയാവുന്ന ഒരു പതിവ് വാക്യമെന്ന അർത്ഥത്തിൽ പ്രിയത്തെ കാണുന്നത് മാറ്റി അതിനെ നമ്മുടെ ജീവിതത്തെ ഇളക്കി മറിക്കുന്ന, നവീകരിക്കുന്ന, അഴിച്ചു പണിയുന്ന, അപനിർമ്മിക്കുന്ന ഒരാശയ പരികൽപ്പന, ആശയ സമുച്ചയമായി അഭിമുഖീകരിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ആ അർത്ഥത്തിൽ അജവും അവ്യയവും അപ്രമേയവും ഏകാദ്യുതവുമായ ആ പ്രിയം ജീവിതത്തിൻ്റെ അകത്തളങ്ങളിൽ പ്രകാശം പരത്തുമ്പോൾ നമ്മുടെ അകത്ത് തന്നെ, സത്യത്തിൽ മറ്റാരുമില്ലാതെ തന്നെ, മറ്റാർക്കും വേണ്ടിയല്ലാതെ തന്നെ പ്രിയത്തിൻ്റെ പൂക്കൾ വിടരുമ്പോൾ, അതിൻ്റെ സുഗന്ധം നമ്മളിൽ നിറയുമ്പോൾ, ആ നിറവാണ്, ആ നിർവൃതിയാണ് ഞാൻ ആമുഖമായി സൂചിപ്പിച്ച മസ്തിഷ്കത്തിലേക്ക് മസിൽ കയറിയ മനുഷ്യരെ പ്രതിരോധിക്കാനുള്ള സംസ്കാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാശയം.